ഒരു കൂട്ടം സഞ്ചാരികൾ ഓസ്ട്രേലിയ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുന്നു. മണിക്കൂറുകൾ നീണ്ടുനിന്ന യാത്ര. എന്നാൽ ആ യാത്രയുടെ അവസാനം അവർ എത്തിച്ചേർന്നത് ഇതുവരെ മാപ്പ് ചെയ്യാത്ത ഒരു ഭീകര ജീവിയുടെ ടെറിട്ടറിയിലാണ്. ഒരു ഭീമൻ മോൺസ്റ്റർ മുതല. 7 മീറ്റർ നീളമുണ്ടായിരുന്നതിന് മനുഷ്യർ വെറും സ്നാക്സ് മാത്രം. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരു ഓസ്ട്രേലിയൻ ഹൊറർ ത്രില്ലർ. നോർത്തേൺ ടെറിട്ടറിയുടെ അമ്പരപ്പിക്കുന്ന ലാൻഡ്സ്കേപ്പ് കാഴ്ചകൾ, ആമസോൺ പോലെ വളഞ്ഞു പൊളഞ്ഞൊഴുകുന്ന നദിയുടെ മനോഹാരിത, ഭയപ്പെടുത്തുന്ന കൊടും കാടിന്റെ വന്യത, അതോടൊപ്പം ആ ഭീമൻ മുതലയുടെ ആക്രമണവും. 2007 പുറത്തിറങ്ങിയ റോക്ക്. ഈ സിനിമയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ വെൽക്കം ബാക്ക്. ഈ കഥ നടക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. അവിടുത്തെ നോർത്തേൺ ടെറിട്ടറി. വളരെ മനോഹരമായ സ്ഥലം. ചെങ്കുത്തായ പാറകളും അതിനു ചുറ്റി വളർന്നു നിൽക്കുന്ന മരങ്ങളുമായി ആരും ഒന്ന് പോയി കാണാൻ കൊതിക്കുന്ന ഒരു സ്ഥലം. അതിന്റെ ഇടയിലൂടെ ഒഴുകുന്ന നദികളും അതെല്ലാം കൂടെ കൂടിച്ചേർന്ന് താഴേക്ക് കൂപ്പുകുത്തുന്ന മനോഹരമായ കാഴ്ച. അവിടെ നദിക്കരയിലായിട്ട് കുറെ കാട്ടുപോത്തുകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊരു കാട്ടുപോത്ത് ഇപ്പൊ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് മാറി നിന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു ഭീമൻ മുതല വന്നിട്ട് ആ കാട്ടുപോത്തിനെ അറ്റാക്ക് ചെയ്യുന്നത്. അത് കറക്റ്റ് പോത്തിന്റെ തലയ്ക്ക് തന്നെ കടിച്ചു. എന്നിട്ട് നിമിഷ നേരം കൊണ്ട് അതിനെയും കൊണ്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് ഉള്ളിട്ട് പോയി. ആ ഒരു ശബ്ദം മറ്റു പോത്തുകളും കേട്ടു. അപകടം മണത്തതും എല്ലാം വേഗം തന്നെ അവിടെ നിന്ന് ഓടി. ഈ സമയം വേറെ 2 പോത്തുകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്താ സംഭവിച്ചത് എന്ന് അവറ്റകൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവറ്റകൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇനിയിപ്പോ നദിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുതലയുടേതോ ആ കാട്ടുപോത്തിന്റെയോ പൊടി പോലും കാണുന്നുമില്ല. ഇവിടെയാണ് ഈ സിനിമയുടെ ടൈറ്റിൽ വരുന്നത്, റോക്ക്. ഇനി കാണിക്കുന്നത് ഒരു ബസ്. അതിലൊരാളിപ്പോ വന്നിറങ്ങി. ഇവനൊരു ട്രാവൽ ജേർണലിസ്റ്റ് ആണ്, പീറ്റ് മക്കൽ. അവന്റെ കമ്പനി അയച്ചൊരു ട്രിപ്പിലാണ് അവൻ. പക്ഷെ എയർപോർട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പണി കിട്ടി. അവന്റെ ലഗേജ് എല്ലാം നഷ്ടപ്പെട്ടു. എങ്കിലും വന്ന ജോലി പൂർത്തിയാക്കണമല്ലോ. അതുകൊണ്ട് ലഗേജിന്റെ കാര്യമൊക്കെ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് അവന്റെ പണിക്ക് ഇറങ്ങിയതാണ്. അവനെതിരെ നടക്കുമ്പോൾ 2 പിള്ളേരവിടെ കളിക്കുന്നതാണ്. അവരൊന്ന് നോക്കിയതിനു ശേഷം അവൻ നേരെ പോകുന്നത് അവിടെ ആകെ കാണുന്ന ഒരു സ്റ്റോറിലേക്കാണ്. അതിനപ്പുറത്തായിട്ട് ഒരു പെട്രോൾ പമ്പും ഉണ്ട്. വലിച്ചുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് കളഞ്ഞ് അവൻ ആ സ്റ്റോറിലേക്ക് കയറി. ഈ സമയം ആ പരിസരത്തിരിക്കുന്ന ആൾക്കാരൊക്കെ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ സ്റ്റോറിന്റെ മുമ്പിലായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകളാണ് അതിൽ എഴുതുക. ഇപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത് 3 ഫിഷിംഗ് ബോട്ട് ഇപ്പോഴും മിസ്സിംഗ് ആണെന്നാണ്. സ്റ്റോറിന്റെ ഉള്ളിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വളരെ മോശം. പഴകി ദ്രവിച്ചൊരു സ്റ്റോർ. പലയിടങ്ങളിലായിട്ട് സ്റ്റഫ് ചെയ്ത പല മൃഗങ്ങളെയും കാണാം. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം പീറ്റ് ആ കടക്കാരൻ്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് ആവശ്യം പറഞ്ഞു, എനിക്കിവിടെ കറങ്ങാൻ വല്ല ക്രൂയിസ് ബോട്ടും കിട്ടുമോ? പിന്നെന്താ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഈ ഏരിയയിൽ ഒറ്റ ടൂറിസ്റ്റ് പോലും വരാറില്ലായിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെയല്ല, ഇഷ്ടം പോലെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ബോട്ടിനൊരു കുറവുമില്ല. ഓ അങ്ങനെയാണോ, നല്ലത്. എന്നാൽ പിന്നെ നല്ല മധുരം ഇട്ട് എനിക്കൊരു കോഫി എടുത്തു എന്നും പറഞ്ഞ് പീറ്റ് അവന്റെ മൊബൈൽ എടുത്തു. അവന്റെ ഒരു ഫ്രണ്ട് അതിൽ വിളിക്കുന്നുണ്ട്. ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പീറ്റ് അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു. വലിയ മുതലയുടെ ഫോട്ടോ 2-3 എണ്ണം ഉണ്ട്. അതിനെ പിടിച്ചു കെട്ടി ആൾക്കാർ അതിന് മുന്നിലിരിക്കുകയാണ്. അതുകൂടാതെ കണ്ടാൽ പേടിയാവുന്ന മറ്റൊരു ഫോട്ടോ കൂടെ ഉണ്ട്. 12 വയസ്സുള്ള ഒരു കുട്ടിയെ മുതല പിടിച്ച് കടിച്ചു പറിച്ചു വെച്ചിരിക്കുന്നു. ഈ സമയം കടക്കാരനാണെങ്കിൽ പീറ്റിനുള്ള കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വൃത്തികെട്ട മനുഷ്യനായിരുന്നു അയാൾ. കോഫിയിൽ പഞ്ചസാര മിക്സ് ചെയ്യുന്നതോടൊപ്പം ഒരു ചത്ത ഈച്ചയെ കൂടെ അയാൾ അതിലിട്ട് കലക്കി. എന്നാൽ ഇതൊന്നും അറിയാതെ പീറ്റ് ഇപ്പോഴും ആ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനിടയിൽ ആ കടക്കാരൻ കോഫി കൊടുത്തപ്പോൾ അവൻ അത് വാങ്ങിച്ചു കുടിക്കുകയും ചെയ്തു. അങ്ങനെ ബോട്ടിൽ കയറാനുള്ള ടിക്കറ്റ് മേടിച്ചാണ് പീറ്റ് കടയിൽ നിന്ന് ഇറങ്ങിയത്. അതിനിടയിൽ കോഫിക്ക് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയതുകൊണ്ട് അവനത് അവിടെ കളയുകയും ചെയ്തു. ഇനി കാണിക്കുന്നത് ആ ബോട്ടുകളുള്ള സ്ഥലമാണ്. റയാൻ എന്നാണ് അതിന്റെ ഓണറുടെ പേര്. അവിടെ 2 ബോട്ടുകളുണ്ട്, ഒരു വലുതും ഒരു ചെറുതും. ഇപ്പൊ ചെറുതിലേക്ക് ടൂറിസ്റ്റുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ടിലെ ചുവന്ന തൊപ്പിക്കാരെ കണ്ടില്ലേ, ഇവളാണ് കേറ്റ്. മുതലാളിയുടെ മകളാണ് ഇവൾ. ഇവൾ തന്നെയാണ് ഈ ബോട്ട് ഓടിക്കുന്നത്. അവളിപ്പോ എല്ലാവരുടെയും ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് ആളകത്തേക്ക് കയറ്റി. ആ ബോട്ടിൽ ഒരു പട്ടിയെ കാണാം. ഇത് ഇവളുടെ പട്ടിയാണ്. അതിന്റെ പേര് കെവിൻ. അങ്ങനെ എല്ലാവരും ബോട്ടിലേക്ക് കയറി. ആ കൂട്ടത്തിൽ തന്നെയാണ് നമ്മുടെ പീറ്റും ഉള്ളത്. ഇവരിപ്പം നിൽക്കുന്ന ഈ നദിയുണ്ടല്ലോ, അതിലിഷ്ടം പോലെ മുതലകളുണ്ട്. മെയിനായിട്ടും ആ ജീവികളെ കാണാനാണ് ഇവരുടെ യാത്ര. അങ്ങനെ ബോട്ട് അവിടുന്ന് എടുത്തതിന് ശേഷം കേറ്റ് അവളെയും അവളുടെ പട്ടിയെയും എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഇപ്പോൾ യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 6 മണിക്ക് തിരിച്ചെത്തണം. ആ ഒരു ടൈം ഷെഡ്യൂളിലാണ് അവരിപ്പോൾ പോകുന്നത്. അങ്ങനെ കേറ്റ് ബോട്ട് എടുത്തതിനെ തുടർന്ന് അവളുടെ പുറകിലായി ആ വലിയ ബോട്ട് നീങ്ങി. എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ്. എന്നാൽ വരാൻ പോകുന്ന ദുരന്തത്തിന്റെ ഒരു നേർത്ത സൂചന പോലും അവർക്കില്ല. പോകുന്ന വഴിക്ക് ഈ ഒരു ഭൂവിഭാഗത്തെക്കുറിച്ചൊക്കെ കേറ്റ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. ഈ നോർത്തേൺ ടെറിട്ടറിയിലാണ് ഏറ്റവും കൂടുതൽ സാൾട്ട് വാട്ടർ മുതലകളുള്ളത്. അവറ്റകളെല്ലാം കൂടെ വലിയ 7 ടൈഡൽ റിവർ സിസ്റ്റത്തിൽ സ്പ്രെഡായി കിടക്കാണ്. ഈ ടൈഡൽ റിവർ സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ വെള്ളത്തിന്റെ നിരപ്പും അത് ഒഴുകുന്ന ഡയറക്ഷനും കടലിലെ തിരമാലകൾ അപേക്ഷിച്ചിരിക്കും. പിന്നെ ഈ ഒരു സ്റ്റേറ്റിന്റെ കരഭാഗം മാത്രം അമേരിക്കയിലെ ടെക്സാസിന്റെ 2 ഇരട്ടി വലുപ്പം വരും. എന്നാൽ പോപ്പുലേഷൻ കുറവാണ്. 2 ലക്ഷം ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുള്ളൂ.
ഇത്രയും കാര്യങ്ങളൊക്കെ കേറ്റി വിശദീകരിക്കുമ്പോൾ പീറ്റ് മാത്രം അതെല്ലാം അവന്റെ നോട്ടിലേക്ക് എഴുതിയെടുത്തു. അവന്റെ ജോലി അതാണല്ലോ. ഈ സമയം തന്നെ ഒരു ലേഡി ബോട്ടിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. ഇവളുടെ പേര് ഗ്വൻ. അവളുടെ പുറകിലായിട്ടിരിക്കുന്നത് ഒരു ഭാര്യയും ഭർത്താവുമാണ്, എവററ്റ്, മേരി. ഗ്വൻ സിഗരറ്റ് വലിച്ചത് മേരിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ തന്നെ അവളത് പറഞ്ഞു, വളരെ മാന്യമായി. ഓ, നിങ്ങൾക്ക് പുക പറ്റത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പുറകിൽ പോയിരുന്നു വലിച്ചോളാന്നും പറഞ്ഞിട്ട് ഗ്വൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഇവരുടെ കൂട്ടത്തിൽ ഒരു ഫാമിലി ഉണ്ട്, ഒരു മകളുമായിട്ട്. അതിൽ അച്ഛന്റെ പേര് അലൻ, അമ്മയുടെ പേര് മാർഗരറ്റ്, മകളുടെ പേര് ലില്ലി. ബോട്ടിലിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. ഈ ഫോട്ടോഗ്രാഫറിന്റെ പേര് സൈമൺ. അങ്ങനെ കുറേ സമയമായി അവർ ആ നദിയിലൂടെയുള്ള യാത്രയിലാണ്. അതിനിടയിൽ ഫോട്ടോഗ്രാഫറായ സൈമൺ ആണെങ്കിൽ അവിടെയുള്ള ജീവികളുടെയും പക്ഷികളുടെയും ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ വിശാലമായ ജലനിരപ്പ് പിന്നിട്ട് അവർ പിടുങ്ങിയ ഒരു ഭാഗത്തു കൂടിയാണ് പോകുന്നത്. രണ്ട് സൈഡിലും മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു സ്ഥലം. ഒരു സ്ഥലത്തെത്തുമ്പോൾ അവരൊരു കാഴ്ച കണ്ടു. ഒരു ബോട്ടിൽ കുറച്ച് ആൾക്കാർ മുതലയ്ക്ക് തീറ്റ കൊടുക്കുന്നു. ഒരു കയറിൽ ഇറച്ചി കെട്ടിയിട്ടിട്ട് ഒരു താഴെ വെള്ളത്തിന് മുകളിലായി തൂക്കിയിട്ടു. അത് കണ്ട മുതല അത് പിടിക്കാൻ വേണ്ടി മുകളിലേക്ക് ഉയർന്നു. എന്നാൽ അയാൾ ആ മുതലയെ പറ്റിച്ചു. അതുകൊണ്ട് ഇറച്ചിയിൽ പിടുത്തം കിട്ടാതെ മുതല താഴേക്ക് വീണു. അതിൽ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഉയരത്തിലാണ് മുതല ഉയർന്നിരിക്കുന്നത്. പിന്നീട് ഒരു അവസരം കിട്ടിയപ്പോൾ മുതല ഇറച്ചി കടിച്ചെടുക്കുകയും ചെയ്തു. ഇപ്പൊ നമ്മുടെ ബോട്ടിലുള്ളവർ ആ കാഴ്ച തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് കേറ്റിന്റെ അടുത്തിരിക്കുന്ന ഗ്വന്നിനൊരു സംശയം, ആ മുതല എത്ര ഉയരത്തിൽ ചാടും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യ ഉയരത്തിലൊക്കെ അത് വരും. അതിന്റെ വാലിൽ കുത്തി നിന്നിട്ടാണ് അത് ചാടുന്നത്. നമ്മൾ മനുഷ്യരതിന്റെ മുന്നിൽ ചെന്ന് നിന്നാൽ നമ്മുടെ മേലേക്ക് അത് ചാടും. കേറ്റ് അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം ഈ ബോട്ടിലേക്കൊക്കെ മുതല വരുമോ? ഗ്വന്നിന് ചെറിയൊരു ടെൻഷൻ. ഏയ്, വെള്ളത്തിൽ ഇറങ്ങാതിരുന്നാൽ മതി. ചിരിച്ചുകൊണ്ടാണ് കേറ്റ് അതിന് മറുപടി കൊടുത്തത്. അങ്ങനെ അവരുടെ ബോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അവിടെ എവിടെയായി വളർന്നു നിൽക്കുന്ന മരങ്ങൾ കാണാം. വളരെ ശ്രദ്ധയോടെ എല്ലാ ഭാഗവും വീക്ഷിച്ചാണ് കേറ്റ് ബോട്ട് ഓടിക്കുന്നത്. അതിനിടയിൽ അവർ മറ്റൊരു മുതലെ കൂടെ കണ്ടു. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അതിന്. അതുകൊണ്ട് തന്നെ എല്ലാവരും എഴുന്നേറ്റ് നിന്നാണ് അതിനെ നോക്കിയത്. നമ്മുടെ സൈമൺ അതിന്റെ ഫോട്ടോ എടുത്തു. നല്ല സൈസുള്ള വാലായിരുന്നു അതിന്. ഇപ്പൊ എല്ലാവരും നോക്കിയത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, മുതല പെട്ടെന്ന് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി. ഈ സമയം കേറ്റ് മുതലകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്പീഷീസ് ആണ് സാൾട്ട് വാട്ടർ ക്രൊക്കഡൈൽ. ഈ മുതലകളുടെ ഫാമിലിയിൽ ഏറ്റവും ഡേഞ്ചറസ് ആണ് ഇവറ്റകൾ. ഇപ്പോഴത്തെ കാലത്തെ ദിനോസറുകൾ എന്ന് വേണമെങ്കിൽ പറയാം. 200 മില്യൺ വർഷങ്ങളായിട്ട് അവറ്റകൾ ഈ ഭൂമിയിൽ വേട്ട നടത്തുന്നുണ്ട്. ഈ മുതലകൾ വെള്ളത്തിന്റെ അടിയിൽ 32 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുക. അതിനിടയിൽ ഒരിക്കൽ പോലും ശ്വാസം എടുക്കാൻ മുകളിൽ വരേണ്ട ആവശ്യം അതിനില്ല. പിന്നെ വേട്ടയാടുമ്പോൾ അവറ്റകളുടെ വേഗത ഭയങ്കരമാണ്, നിമിഷ നേരം മതി. പിന്നെ ഈ മുതലകളുടെ മറ്റൊരു പ്രത്യേകത അത് അതിന്റെ ഇരയെ സ്കെച്ച് ചെയ്യുന്നതാണ്. ഇരകളുടെ എല്ലാ ഹാബിറ്റ്സും അത് മനസ്സിലാക്കിയെടുക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നിങ്ങൾ ആ മുതലയെ നോക്കിക്കേ, അതിപ്പോ നമ്മളെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളൊക്കെ അത് മനസ്സിലാക്കിയെടുക്കുകയാണ്. അവൾ അത് പറഞ്ഞപ്പം അവിടെ വെള്ളത്തിൽ കിടക്കുന്ന മുതല എല്ലാവരും നോക്കി. ഇനിയിപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ നദിക്കരയിൽ എങ്ങാനും നിങ്ങൾ ക്യാമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളമെടുക്കാൻ നദിയിലേക്ക് വരുമ്പം പല പല സമയങ്ങളിലായിട്ട് വരാം. ഒരേ സമയത്താണ് വെള്ളമെടുക്കാൻ നിങ്ങൾ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെയുള്ള മുതലകൾ നിങ്ങൾ സ്കെച്ച് ചെയ്തിരിക്കും. പിന്നെ മുതല ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് ഒറ്റയ്ക്ക് വിഴുങ്ങാൻ പറ്റത്തില്ല. അത് പീസാക്കി മുറിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷിക്കൂ. അതും കൂടെ എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. കേറ്റ് അത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ആ ലില്ലി എന്ന പെൺകുട്ടിക്കൊരു സംശയം, ഈ മുതലകൾ എത്ര വലുപ്പം വെക്കും? ഇപ്പം നമ്മൾ കണ്ടത് ചെറുതാണ്. 8 മീറ്റർ നീളം വരെ അവറ്റകൾ വെക്കും, 2 ടൺ ഭാരവും. ഇതിലും വലുപ്പവും ഭാരമുള്ള മുതലകളെ കുറിച്ചുള്ള കഥകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ടത് ചെറുതാണെന്ന് കരുതി അവറ്റകൾ നിസാരക്കാരല്ല കേട്ടോ. പിന്നെ ഇപ്പം നമ്മളെ ബോട്ടിലല്ലേ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ആ ജീവികളെക്കാൾ വലിയ ഒന്നിനെയും അവറ്റകൾ അറ്റാക്ക് ചെയ്യില്ല. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം കേറ്റിന്റെ ശ്രദ്ധ ബോട്ട് ഓടിക്കുന്നതിലായി. അതിനിടയിൽ ഒരു മുതല കരയിലേക്ക് കയറി പോകുന്നതും കാണാം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. മുന്നിലിരുന്ന് ബോർ അടിച്ചുകൊണ്ടാവണം പീറ്റ് എഴുന്നേറ്റ് പുറകിൽ കേറ്റിന്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് അവർ തമ്മിൽ പരസ്പരം പരിചയപ്പെടുകയും ചെയ്തു. താനൊരു ട്രാവൽ റൈറ്റർ ആണെന്ന് പറഞ്ഞതിന് ശേഷം നീ യാത്ര ചെയ്യാറുണ്ടോ എന്നവൻ കേറ്റിനോട് ചോദിച്ചു. ഏയ്, ഈ ടെറിട്ടറി വിട്ട് ഞാൻ എവിടേക്കും പോയിട്ടില്ല. എന്തിനു പോണം? അത്രയും മനോഹരമായ സ്ഥലമല്ലേ ഇത്. ഇവിടെ വന്ന് ഇറങ്ങുന്ന ഓരോ ടൂറിസ്റ്റുകളുടെയും മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ട്, അത് കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അവൾ പറഞ്ഞു നിർത്തി. ഇനിയിപ്പോൾ അവരുടെ ബോട്ട് എവിടെയാണ്? മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഭീമൻ പാമ്പിനെ പോലെ വളഞ്ഞു ഒഴുകുന്ന ഒരു നദി. ഇടതുഭാഗത്തായിട്ട് ഉയരമുള്ള ഒരു പ്രദേശം, നിറയെ പാറകളൊക്കെയായി. വലതുഭാഗമാണെങ്കിൽ നിറയെ പച്ചപ്പും. അതിന്റെ ഇടയിൽ കൂടെയാണ് അവരുടെ യാത്ര. എന്ത് രസാലേ. ഈ സമയത്താണ് ഒരു ബോട്ട് അവർക്കെതിരെ വരുന്നത്. 2 പേരാണ് അതിലുണ്ടായിരുന്നത്. അമ്മരി കറങ്ങി തിരിഞ്ഞ് കേറ്റിന്റെ ബോട്ടിനടുത്തേക്ക് വന്നു. ഇവന്മാരും ഈ വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. എഴുന്നേറ്റ് നിൽക്കുന്നവന്റെ പേര് നീൽ, ബോട്ട് ഓടിക്കുന്നവൻ കോളിൻ. നീൽ ഇപ്പം കേറ്റിന്റെ ബോട്ടിലേക്ക് കാലുവെച്ചു, വെറുതെ അവളൊന്ന് ചൊറിയാൻ വേണ്ടി. ആര് പറഞ്ഞിട്ടും അവൻ മാറുന്നില്ല. അത് കാണുന്ന കേറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് മുന്നോട്ടെടുക്കാൻ തുടങ്ങി. അത് മനസ്സിലായതും കോളിൻ അവന്റെ ബോട്ട് വെട്ടിച്ചു. അതോടുകൂടെ നീൽ വെള്ളത്തിലേക്ക് വീണു. അതിനെ തുടർന്ന് കേറ്റ് ബോട്ട് മുന്നിലേക്ക് എടുക്കുകയും ചെയ്തു. അങ്ങനെ കേറ്റിന്റെ ബോട്ട് അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ കോളിൻ വേഗം നീലിന്റെ അടുത്തേക്ക് വന്നു. നീൽ അവന്റെ ബോട്ടിലേക്ക് കയറുകയും ചെയ്തു. കോളിൻ അവനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടതിന് നീൽ അവനോട് ദേഷ്യമൊന്നുമില്ല. അവൻ ആ ഒരു സെൻസിൽ അതെടുത്തു. അങ്ങനെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞു. കേറ്റിന്റെ ബോട്ടിൽ റസൽ എന്നു പേരിൽ ഒരു തുപ്പിക്കാരനുണ്ട്. അയാളുടെ കയ്യിൽ കുടത്തിലായിട്ട് ചിതാഭസ്മോ. അയാളിപ്പം അത് ആ നദിയിലേക്ക് ഒഴുക്കിവിട്ടു. ലില്ലി മാത്രമേ അത് ശ്രദ്ധിച്ചുള്ളൂ. അങ്ങനെ അവരുടെ ബോട്ട് ഇപ്പം അപ്പുറത്തും പാറകൾ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി. ഇവിടെ അവരുടെ യാത്ര അവസാനിക്കുകയാണ്. ആ കാര്യം കേറ്റ് എല്ലാവരോടും പറഞ്ഞു. അതിനുശേഷം അവൾ ബോട്ട് തിരിച്ചു. അങ്ങനെ ബോട്ട് തിരിക്കുന്ന സമയം അവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്താൻ വേണ്ടി എവററ്റ് അയാളുടെ വീഡിയോ ക്യാമറ എടുത്തു.
അതിനിടയിലാണ് മുകളിലായിട്ടൊരു കാഴ്ചയാൾ കാണുന്നത്. അതൊരു ഫ്ലെയർ ആയിരുന്നു. ഈ ഫ്ലെയർ കണ്ടാൽ ആരോ അപകടത്തിൽപ്പെട്ടു എന്നാണ് അർത്ഥം. അതുകൊണ്ട് അയാൾ ആ കാര്യം കേറ്റിനോട് പറഞ്ഞു. എന്നാൽ മറ്റാരും അത് കണ്ടതുമില്ല. ഇനി എവററ്റിന് അത് തോന്നിയതാണോ എന്നെല്ലാവരും ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു ഫ്ലെയർ കൂടെ വരുന്നത്. അതിപ്പോൾ എല്ലാവരും കണ്ടു. അപ്പോൾ ആ ഭാഗത്ത് ആരോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അങ്ങോട്ട് പോയി നോക്കാം എന്നാണ് കേറ്റു പറയുന്നത്. എന്നാൽ കുറച്ച് പേര് സമ്മതിച്ചില്ല. ഞങ്ങൾക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് എന്നാണ് അവരുടെ വാദം. എന്നാൽ ബാക്കിയുള്ളവരാണെങ്കിൽ നമുക്ക് പോയി നോക്കാം, ഒരു മനുഷ്യജീവന്റെ കാര്യമല്ലേ എന്നും പറഞ്ഞിട്ട് കേറ്റിനെ സപ്പോർട്ട് ചെയ്തു. അവസാനം സമ്മതിക്കാത്തവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റോട് തിരിച്ചു വരാമെന്നും പറഞ്ഞിട്ട് കേറ്റ് അങ്ങോട്ട് ബോട്ട് എടുത്തു. അതിനുമുമ്പ് അവൾ വയർലെസ് എടുത്ത് അവൾ അച്ഛനെ വിളിച്ച് കാര്യം അറിയിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു യാത്രക്കിടയിൽ കേറ്റിന്റെ മുഖത്ത് ഇതുവരെ കാണാത്തൊരു ടെൻഷൻ കാണാം. പീറ്റ് അതിനെക്കുറിച്ച് അവളോട് ചോദിക്കുകയും ചെയ്തു. ഈ സമയം കേറ്റ് പറയുന്നത് ഈ ഒരു ഏരിയ ഒന്നും ഇതുവരെ മാപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് വരാൻ പാടില്ലാത്തതാണ്. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ പീറ്റിനും ടെൻഷനായി. അതിനിടയിലാണ് സൈമൺ ഒരു കാഴ്ച കാണുന്നത്. അവിടുത്തെ പാറയിലായിട്ട് ഒരു ഭീമൻ മുതലയുടെ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നു. അവൻ അപ്പം തന്നെ അതിന്റെ ഫോട്ടോയും എടുത്തു. അങ്ങനെ കുറച്ചു നേരം അതിലേക്ക് കറങ്ങിയിട്ടും അവിടെ ഒരു മനുഷ്യജീവ പോലും അവർ കണ്ടില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി ബോട്ട് തിരിക്കാൻ തുടങ്ങുമ്പോഴാണ് കേറ്റ് അവിടെ വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്ന ഒരു ബോട്ട് കാണുന്നത്. അവള് വേഗം തന്നെ അങ്ങോട്ട് ബോട്ട് അടുപ്പിച്ചു. എന്നിട്ട് അതെന്താണെന്ന് നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വെള്ളത്തിനടിയിലൂടെ ഒരു നിഴല് വരുന്നത്. അതൊരു ഭീമൻ മുതലയായിരുന്നു. അത് വന്ന് ബോട്ടിന്റെ അടിയിൽ ഒരൊറ്റയിടി. അതിന് തുറന്ന് ബോട്ടിനകത്ത് ഈ വെള്ളം കയറാനും തുടങ്ങി. ബോട്ട് ഇപ്പം മുങ്ങും, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കേറ്റ് വേഗം തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് അടുത്തുള്ള ഒരു കരഭാഗത്തിലേക്ക് ഇടിച്ചു കയറ്റി. അതോടുകൂടെ ബോട്ട് ഏകദേശം തകരുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും ആ കരഭാഗത്തേക്ക് കയറി. ഒരു ചെറിയ ഭാഗമാണത്. രാത്രിയായി കഴിഞ്ഞാൽ വെയിലേറ്റം കാരണം അവിടെ മുങ്ങാനും ചാൻസ് ഉണ്ട്. എല്ലാവർക്കും എന്താണ് ചെയ്യേണ്ടെന്ന് ഒരു എത്തുമ്പടിയും കിട്ടുന്നില്ല. അതിനിടയിൽ അവർ വയർലെസ് ഒക്കെ ചെക്ക് ചെയ്തു, പക്ഷെ ഒന്നിന്റെ കണക്ഷൻ കിട്ടുന്നില്ല. ഈ സമയം ബാക്കിയുള്ളവര് കേറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. നീയല്ലേ പറഞ്ഞത് മുതല ബോട്ട് തകർക്കത്തില്ല എന്ന്, പിന്നെന്താ ഇപ്പൊ സംഭവിച്ചത്? അതിപ്പോ എന്താ പറയാ, നമ്മൾ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചല്ലോ. പിന്നെ ഇതാ ജീവികളുടെ ടെറിട്ടറിയാണ്, അതുകൊണ്ടാണ് അറ്റാക്ക് ചെയ്തത്. പിന്നെ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ അച്ഛനെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്, അദ്ദേഹം ഉടനെ തന്നെ ഇങ്ങോട്ട് വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം അവള് എല്ലാവരെയും സമാധാനിപ്പിച്ചു. എന്നാൽ ഈ സമയത്താണ് തൊപ്പിക്കാരൻ റസ്സിൽ കുഴപ്പമുണ്ടാക്കുന്നത്. അയാൾ പറയുന്നത് ഇതൊരു ടൈഡൽ റിവർ ആണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും കുറച്ച് സമയം കഴിഞ്ഞാൽ ഇവിടെ വെള്ളത്തിന്റെ അടിയിലാവും. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്റെ പൊന്നു റസ്സലേ, അത് ഉടനെ ഒന്നും സംഭവിക്കത്തില്ല, അതിന് രാത്രിയാകണം, അപ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് പോകും, നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ. കേറ്റ് അങ്ങനെ പറഞ്ഞെങ്കിലും അതുകൊണ്ടൊന്നും റസൽ അടങ്ങുന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് ഇവിടുന്ന് മാറി അപ്പുറത്തെ കാട്ടിലേക്ക് എങ്ങാനും പോവാം എന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ കാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങണം, അതിനാർക്കും ധൈര്യമില്ല. അവരത് പറയുമ്പോൾ എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്നും പറഞ്ഞിട്ട് റസൽ വെള്ളത്തിലേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയം എവററ്റ് ചെന്നിട്ട് അയാളെ പിടിച്ചു. നീ വെള്ളത്തിലേക്ക് ഇറങ്ങണ്ടെന്നും പറഞ്ഞിട്ട് കുറെ കഷ്ടപ്പെട്ടാണ് അയാൾ റസലിനെ ഒന്ന് അടക്കി നിർത്തുന്നത്. ഈ സമയത്താണ് അവിടെ വയർലെസ് പിടിച്ചുകൊണ്ടിരുന്ന സൈമൺ എല്ലാവരും വിളിക്കുന്നത്. അതിൽ ചെറിയൊരു കണക്ഷൻ കിട്ടുന്നുണ്ട്. അവൻ ആ കാര്യം പറഞ്ഞപ്പം എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് മാറി. പെട്ടെന്നാണ് വെള്ളത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ വെള്ളത്തിൽ നിന്നിരുന്ന എവററ്റിനെ കാണുന്നില്ല. പകരം ആ ഭീമൻ മുതലയുടെ വാലാണ് അവർ കാണുന്നത്. അത് അയാളെയും കൊണ്ടുപോയി. അത് മനസ്സിലായതുകൊണ്ട് എല്ലാവരും ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. ഇപ്പൊ എവററ്റിന്റെ ഭാര്യയായ മേരി അവിടെ കിടന്ന് കരയാനും തുടങ്ങി. വളരെ കഷ്ടപ്പെട്ടാണ് കേറ്റ് അവളെ നടക്കി നിർത്തിയത്. ഇനിയിപ്പോ എന്ത് ചെയ്യുക എല്ലാവരും? അങ്ങനെ സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. പീറ്റ് അതിലെ രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു വഴിയും കാണുന്നില്ല. എങ്ങോട്ട് പോണെങ്കിലും വെള്ളത്തിലേക്ക് ഇറങ്ങണം. അതിനിടയിൽ അവൻ അവന്റെ മൊബൈൽ എടുത്ത് നോക്കി, പക്ഷെ റേഞ്ച് ഇല്ല. അങ്ങനെ അവിടേക്ക് ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം അവൻ നേരെ കേറ്റിന്റെ അടുത്തേക്ക് പോയി. അവളിപ്പോ ബോട്ടിൽ ഫ്ലെയർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ കാണുന്നില്ല. ഈ സമയം പീറ്റ് ചോദിക്കുന്നത്, അല്ല എന്താ പരിപാടി, എത്ര സമയത്തിനുള്ളിൽ ഇവിടെ വെള്ളം കയറും? മണിക്കൂറുകളോ അതോ മിനിറ്റുകളോ? നിനക്കിപ്പോൾ അതാണോ പ്രാധാന്യം? ആ മുതല നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? ഉടനെ തന്നെ ഇരുട്ടാവും, അതുകൊണ്ട് നമുക്ക് ലൈറ്റ് ആവശ്യമാണ്, മുതലകൾക്ക് അതിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് അവൾ വീണ്ടും പരിശോധന തുടങ്ങി. ഈ സമയം പീറ്റിന് ശരിക്കും ദേഷ്യം വന്നു. നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടുന്ന് രക്ഷപ്പെടുന്നത്? അതേക്കുമ്പോൾ നീ ഒരു ട്രാവൽ റൈറ്റർ ആണെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇത്ര പേടിയാണോ? പിന്നെ പേടിക്കാതെ നമ്മുടെ മുന്നിൽ വെച്ചിട്ടല്ല ആ മുതല ഒരാളെ പിടിച്ചത്. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതലല്ല എന്റെ ജോലി, അതുകൊണ്ട് അത് വിട്ടേക്ക്. ഓക്കെ മനസ്സിലായി പീറ്റ്, നീ ഒന്ന് അടങ്ങ്, ഞാൻ ആ ഫ്ലെയർ കിട്ടുമോ നോക്കട്ടെ. അവൾ അത് പറഞ്ഞു കഴിയുമ്പോഴാണ് പീറ്റ് ഫ്ലെയർ കാണുന്നത്. അത് വെള്ളത്തിൽ കുറച്ച് അപ്പുറത്തേക്ക് ഒഴുകിപ്പോയിരിക്കുകയാണ്. അവൻ അത് കേറ്റിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്തായാലും അവർക്കത് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കേറ്റിന് ശരിക്കും നിരാശയായി. അതിനിടയിലാണ് അവർ ആ കാഴ്ച കാണുന്നത്. നേരത്തെ കണ്ട നീലും കോളിനും അവരുടെ ബോട്ടിൽ അങ്ങോട്ട് വരുന്നു. അത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പക്ഷെ അവർ വിചാരിച്ച പോലെ അവന്മാർ ബോട്ട് അടുപ്പിച്ചില്ല. അവർ ബോട്ട് കറക്കിയെടുത്ത് കുറെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടാണ് നിർത്തിയത്. കേറ്റും കൂട്ടർ എത്ര വിളിച്ചിട്ടും അവന്മാർ കരയിലേക്ക് വരുന്നില്ല. അതിൽ നിന്ന് അവന്മാർ റിവഞ്ച് എടുക്കുകയാണ് എന്ന കാര്യം കേറ്റിന് മനസ്സിലായി. എന്നാൽ ഈ സമയത്താണ് അവരുടെ തകർന്ന ബോട്ട് കോളിൻ ശ്രദ്ധിക്കുന്നത്. അവൻ ആ കാര്യം നീലിന്റെ അടുത്ത് പറയുകയും ചെയ്തു. എന്നാൽ പെട്ടെന്നാണ് ആ മുതല വന്ന് അവരുടെ ബോട്ടിനിട്ട് ഇടിക്കുന്നത്. അതോടുകൂടെ ബോട്ട് തെറിച്ചുപോയി. മാത്രമല്ല അവന്മാർ രണ്ടുപേരും വെള്ളത്തിലേക്ക് വീണു. അങ്ങനെ ബോട്ട് ഇപ്പോൾ വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി. ഈ സമയം പൊങ്ങി വന്ന നീലാണെങ്കിൽ വേഗം തന്നെ കരയിലേക്ക് നീന്താണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ കേറ്റ് അവനെ കരയിലേക്ക് വലിച്ചേറ്റി. അതിനുശേഷം അവർ കോളിനെ നോക്കുമ്പോൾ അവൻ എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ നേരെ ഇരുട്ടി തുടങ്ങി. അതിനനുസരിച്ച് അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം കയറാനും തുടങ്ങി. ഇരുട്ടായതുകൊണ്ട് അവർ ആ ചെറിയ ദ്വീപിൽ തീയൊക്കെ കൂട്ടി. മാത്രമല്ല പീറ്റ് ചെന്ന് അവരുടെ തകർന്ന ബോട്ടിൽ ലൈറ്റും സെറ്റ് ചെയ്തു. പല ഭാഗങ്ങളിലായിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്നത്. പേടി കാരണം അവരങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല.
ഈ സമയം പീറ്റ് കേറ്റിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവൻ ചോദിക്കുന്നത് എപ്പോഴായിരിക്കും നിന്റെ അച്ഛൻ വരിക. പീറ്റിന്റെ ആ ചോദ്യം കേട്ടപ്പം അതിനെന്ത് മറുപടി പറയണം എന്ന് കേറ്റിന് അറിയത്തില്ല. അച്ഛൻ അങ്ങോട്ട് വരും എന്ന പ്രതീക്ഷയൊക്കെ എപ്പോഴേ അവളിൽ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ഇതേ സമയം തന്നെ സൈമൺ ആണെങ്കിൽ മറ്റേ ക്യാമറയിൽ ഇൻഫ്രാറെഡ് വിഷൻ ഓണാക്കി അവിടേക്കൊന്ന് നോക്കി. വെള്ളത്തിലായി 2 ചത്ത താറാവുകൾ കിടക്കുന്നുണ്ട്. മാത്രമല്ല ഈ ബിയറൊക്കെ തണുപ്പിക്കുന്ന ഒരു ബോക്സും. ഈ ചത്ത താറാവുകള് നീലിന്റെ ബോട്ടിലുണ്ടായിരുന്നതാണ്. അങ്ങനെ സൈമൺ ചെന്ന് ആ ബോക്സ് പരിശോധിച്ചു. അതിനകത്ത് ബിയർ ഉണ്ടായിരുന്നു. ആ വേഗം തന്നെ അത് എടുക്കുകയാണ്. ഈ സമയത്താണ് നീല് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് അവനൊരു പ്ലാൻ പറഞ്ഞു. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. സംഭവം സിമ്പിളാണ്, പക്ഷെ ധൈര്യം വേണം. ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു. അപ്പുറത്ത് നിൽക്കുന്ന ആ മരം കണ്ടില്ലേ, ഒരു കയർ ഇവിടുത്തെ ഒരു മരത്തിൽ കെട്ടി ഞാൻ ആ കയറുമായിട്ട് അപ്പുറത്തേക്ക് നീന്തും. എന്റെ കയറിന്റെ മറ്റേ ഭാഗം അപ്പുറത്തുള്ള ഒരു മരത്തിൽ പോയി കെട്ടും. നല്ല ഉയരത്തിൽ ഒരു പാലം പോലെ. നിങ്ങൾ ബാക്കിയുള്ളവർ ആ കയറിൽ തൂങ്ങി അങ്ങോട്ട് വന്നാൽ മതി. എന്നാൽ അത് കേൾക്കുമ്പോൾ അലൻ പറയുന്നത് എന്റെ ഭാര്യയ്ക്ക് കാലിന് വയ്യാത്താണ്, അവളെങ്ങനെ കയറിൽ തൂങ്ങി വരും? അതുകൊണ്ട് നടക്കത്തില്ല. നമുക്ക് കേറ്റിന്റെ അച്ഛൻ വരുന്നവരോട് വെയിറ്റ് ചെയ്യാം, അതാ നല്ലത്. എത്ര സമയം വെയിറ്റ് ചെയ്യും? നാളെയാണെങ്കിൽ അവർ വരുന്നത്. അപ്പോഴേക്ക് ഈ സ്ഥലം മൊത്തം വെള്ളത്തിന്റെ അടിയിലാവും. നമ്മൾ മുതലേക്ക് തീറ്റയാവുകയും ചെയ്യും. അതുകൊണ്ട് ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. പിന്നെ നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ നമുക്ക് ശരിയാക്കാം. നീലൻ ഉറപ്പ് കൊടുത്തു. ഇനി പെട്ടെന്ന് തന്നെ അവർക്ക് പണി തുടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം ഏത് സമയം വേണമെങ്കിലും മുതല വരാം. അവരിപ്പോഴും അതിന്റെ ടെറിട്ടറിയിൽ തന്നെയാണ്. അതെപ്പോഴേ അവർ സ്കെച്ചും ചെയ്തു കഴിഞ്ഞു. പിന്നെ ആകെയുള്ളൊരു സമാധാനം ആ മുതലെ പിരിപിടിച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഇനി അതിന് വിശക്കുന്നവരെ അവർക്ക് സമയമുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതിന് ശേഷം അലൻ അയാളുടെ ഭാര്യയുടെയും മോളുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പേടിയുണ്ടെങ്കിലും അവർക്ക് മറ്റു നിവൃത്തിയൊന്നുമില്ലല്ലോ, സമ്മതിക്കുക തന്നെ. അതാണ് മാർഗരറ്റിന്റെ അവസ്ഥ. അതിനിടയിലാണ് കേറ്റ് നീലിന് ഒറ്റയ്ക്ക് ചെന്ന് കാണുന്നത്. നീ എന്തിനാണ് നീൽ ഈ സാഹസത്തിന് ഒരുങ്ങുന്നത്? ഇത് ഡേഞ്ചറാണ്. പാളിപ്പോയാൽ നിന്റെ ജീവൻ തന്നെ പോവും. കേറ്റിന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ നീല് പറയുന്നത്, നോക്ക് കേറ്റ്, ഞാൻ കുറേ നിന്റെ പുറകെ നടന്നിട്ടുണ്ട്. നിന്നെ ഇംപ്രസ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ അതിനല്ല ശ്രമിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോയാലേ പറ്റൂ, അതിനു വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞ് അവൻ അപ്പുറത്തേക്ക് നടന്നു. അങ്ങനെ വേഗം തന്നെ അവര് അവിടെയുള്ള മരത്തിലൊരു കയറ് കെട്ടി. പക്ഷെ അതിന് നീളം പോരാ. അതോട് കേറ്റും അലനും ബോട്ടിൽ ചെന്ന് അതിലുള്ള കയറൊക്കെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ആ കയറും കൂടെ കൂട്ടിക്കെട്ടി നീൽ വേഗം കയറുമായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. നെഞ്ചിടിച്ചുകൊണ്ടാണ് ബാക്കിയുള്ളവർ അവന്റെ സാഹസം നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. പക്ഷെ അവർ പേടിച്ച പോലെ മുതല വന്നില്ല. നീൽ സേഫ് ആയിട്ട് തന്നെ അപ്പുറത്തേക്ക് എത്തി. ഇനിയിപ്പം റോപ്പ് അവിടുത്തെ മരത്തിൽ കെട്ടണം. നീൽ അതിനുള്ള പണി തുടങ്ങി. ഇപ്പൊ തൊട്ടടുത്തുള്ളത് ഉണങ്ങിയൊരു മരമാണ്. അവൻ വേഗം തന്നെ ആ കയറെടുത്ത് അതിലേക്ക് ബലമായിട്ട് കെട്ടി. അങ്ങനെ പ്ലാൻ പോലെ കയറിന്റെ ആ പാൽ അവരുണ്ടാക്കിയെടുത്തു. ഇനി ഓരോരുത്തരായിട്ട് ആ കയറിൽ തൂങ്ങി അപ്പുറം കിടക്കണം. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അവർക്ക് കാട് കയറാം. ആദ്യ ആ കയറിൽ തൂങ്ങുന്നത് മരിച്ചുപോയ എവററ്റിന്റെ ഭാര്യ മേരിയാണ്. എങ്ങാനും വെള്ളത്തിൽ വീണ രക്ഷപ്പെടാൻ വേണ്ടി കേറ്റ് അവക്കൊരു ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊടുത്തു. അങ്ങനെ മേരി ആ കയറിൽ തൂങ്ങി പതുക്കെ അപ്പുറത്തേക്ക് നീങ്ങാൻ തുടങ്ങി. അവർക്ക് നല്ല പേടിയുണ്ട്. ഈ സമയം അലനാണെങ്കിൽ ഒരു ജാക്കറ്റ് എടുത്ത് ലില്ലി അണിയിച്ചു. എന്റെ അയാൾ ഭാര്യയോട് പറയുന്നത്, അടുത്തത് ഞാൻ മകളെയും കൊണ്ട് പോവാം. എന്റെ ലില്ലി അപ്പുറത്തേക്കാക്കി ഞാൻ തിരിച്ചു വന്ന് നിന്നെയും കൊണ്ടുപോവാം. എന്നാൽ ആ പ്ലാനിങ് അവിടെ നടക്കുമ്പോൾ കയറിൽ തൂങ്ങി നിൽക്കുന്ന മേരി അവിടെ സ്റ്റക്കായി. പേടി കാരണം അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവൾ അധിക സമയം അങ്ങനെ തൂങ്ങി നിന്ന് കഴിഞ്ഞാലും പണിയാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ അവളോട് അപ്പുറം കടക്കാൻ വിളിച്ചു പറഞ്ഞു. പക്ഷെ എവിടെ, അവൾക്കൊരു ഇഞ്ച് പോലും നീങ്ങാൻ പറ്റുന്നില്ല. അവസാനം ഇതൊക്കെ കണ്ട് സായി കെട്ട് അലൻ അയാളുടെ മകളെ റോപ്പിലേക്ക് കയറ്റി. എന്നിട്ട് അയാളും കയറി. അയാളുടെ ആ പ്രവൃത്തി ആരും തീരെ പ്രതീക്ഷയല്ല. മാത്രമല്ല 3 പേരെ താങ്ങാനുള്ള ശക്തിയൊന്നും ആ കയറിനില്ല. എപ്പോ വേണമെങ്കിലും അത് പൊട്ടി വീഴും. പക്ഷെ പറഞ്ഞിട്ടാണെങ്കിൽ അയാൾ കേൾക്കുന്നുമില്ല. അങ്ങനെ അലനും ലില്ലി മേരിയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവര് അവളോട് മുന്നോട്ട് പോകാൻ വിളിച്ചു പറഞ്ഞു. പക്ഷെ അവളെ കൊണ്ട് പറ്റുന്നില്ല. ഈ സമയത്താണ് മറ്റൊരു കാര്യം സംഭവിച്ചത്. കരയിൽ നിന്നിരുന്ന നീലൊരു ശബ്ദം കേട്ടു. അങ്ങോട്ട് നോക്കിയപ്പോ മുതല ഒറ്റ ചാട്ടത്തിന് തന്നെ അത് നീലിനെ പിടിച്ചു. അതിനെ തുടർന്ന് തെറിച്ചുപോയ അവന്റെ ടോർച്ചില് ചോര ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന കാണാം. ഇപ്പൊ അപ്പുറത്ത് നിൽക്കുന്നവർ നീലിനെ വിളിച്ചപ്പോ ആ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. മുതല നീലിനെ പിടിച്ചിരിക്കുന്നു. അത് കണ്ട് കയറിൽ തൂങ്ങി നിൽക്കുന്നവർക്കും പേടിയായി. അവരുടെ ആ ഒരു വെപ്രാളത്തില് കയറ് വലിഞ്ഞ് മരം വീണു. അതിനെ തുടർന്ന് ആ 3 പേരും വെള്ളത്തിലേക്ക് വീണു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ 3 പേരും ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് നീന്തി. ഭാഗ്യത്തിന് അവരെ മുതല പിടിച്ചില്ല. അങ്ങനെ കരയിലെത്തിക്കഴിഞ്ഞപ്പം ഇതിനെല്ലാം കാരണം താനാണ് എന്ന് അലനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പൊ കേറ്റിനോട് ഒരു സോറി പറഞ്ഞു. പക്ഷെ അവക്ക് അയാളോട് ദേഷ്യമൊന്നുമില്ല. ദേഷ്യപ്പെട്ടിട്ട് എന്തിനാണ്? അതുകൊണ്ട് അയാളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അവൾ കൈ നീട്ടി. എന്നാൽ പെട്ടെന്നാണ് മുതല ചാടി വന്ന് അയാളുടെ മറ്റേ കയ്യിലൊരു കടി. എന്നിട്ട് അയാളെ തൂക്കിയെടുത്ത് വെള്ളത്തിലേക്ക് ഒരൊറ്റ കയറും. ഇപ്പോഴാണ് അവർ ആ മുതലയെ മുഴുവനായിട്ടും കാണുന്നത്. കാരണം അതിപ്പോ കരയിലാണ്. 7 മീറ്റർ നീളം ഉണ്ടായിരുന്നതിന് അതിനൊത്ത സൈസും. അതിപ്പോ വായിലുണ്ടായിരുന്ന കൈ വിഴുങ്ങിയതിനു ശേഷം വെള്ളത്തിലേക്ക് ഇറങ്ങി അലനെ ചെന്ന് പിടിച്ചു. എന്നിട്ട് വേഗം തന്നെ അയാളെയും കൊണ്ട് അവിടെ ഊളിയിട്ട് പോവുകയും ചെയ്തു. ശ്വാസം പോലും വിടാൻ പറ്റാതെ വെള്ളത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ബാക്കിയുള്ളവര്. കേറ്റ് ആണെങ്കിൽ പീറ്റിനിങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ സമയം കൂടെ കഴിഞ്ഞു. ആ ചെറിയ ദ്വീപിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് പകുതി ഭാഗത്തോളം വെള്ളം കയറി. എങ്ങും നിശബ്ദത മാത്രം. ഉയർന്നുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ ശബ്ദം മാത്രം കേൾക്കാം. ഈ സമയം പീറ്റ് ഒരു തുണിയെടുത്ത് കേറ്റിന്റെ കയ്യിലുണ്ടായിരുന്ന മുറിവ് കെട്ടിക്കൊടുത്തു. അതിനിടയിലാണ് കേറ്റ് ഒരു കാര്യം പറയുന്നത്. മാർഗരറ്റിന് മരുന്ന് കഴിക്കേണ്ടി വരും. അത് ബോട്ടിലാണുള്ളത്. നിനക്കതൊന്ന് ചെന്ന് എടുക്കാമോ? പിന്നെ എന്റെ അച്ഛൻ ഇന്ന് വരും എന്നെനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ രാവിലെയാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാണ്. ഇതിനെല്ലാത്തിനെയും കാരണം ഞാനാണ്. ഞാൻ ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു. അത് കാണുന്ന പീറ്റ് അവൾ ഇന്ന് സമാധാനിപ്പിച്ചതിന് ശേഷം മരുന്ന് എടുക്കാൻ വേണ്ടി ബോട്ടിലേക്ക് പോയി.
അവിടെ വെള്ളം കയറിയത് കൊണ്ട് ബോട്ട് ഇപ്പോൾ കുറച്ച് അകലെയാണ്. അങ്ങനെ അവൻ ആ വെള്ളത്തിലൂടെ നടന്ന് ബോട്ടിലേക്ക് കയറി. എന്നിട്ട് അവിടെ മരുന്ന് തപ്പുമ്പോഴാണ് ബോട്ടിന്റെ ആങ്കർ അവൻ കാണുന്നത്. അത് കണ്ടതും അവനൊരു ഐഡിയ തോന്നി. അവൻ വേഗം ആ ആങ്കറും എടുത്ത് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. നമ്മളിപ്പോൾ നേരിടുന്നത് ഒരു മൃഗത്തെയല്ലേ, ബുദ്ധിയില്ലാത്തൊരു ജീവിയെ. നമുക്ക് എന്തുകൊണ്ട് ഈ ആങ്കർ ഉപയോഗിച്ചിട്ട് അതിനെ ട്രാപ്പ് ചെയ്തുകൂടാ? ഒരു ഇരയെ ഇതിൽ കൊളുത്തി ആ ജീവിക്കിട്ട് കൊടുക്കാം. അത് ഇതിൽ കടിച്ചു കഴിഞ്ഞാൽ അതിനെ മായ ട്രാപ്പിലാവും. അപ്പൊ പിന്നെ കുറച്ച് സമയം നമുക്ക് കിട്ടും. അതിനിടയിൽ നമുക്ക് നീന്തി കാട്ടിലേക്ക് പോവാം. ഇതാണ് പ്ലാൻ. എന്നാൽ അവനത് പറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ ബിയർ കഴിച്ചുകൊണ്ടിരുന്ന സൈമൺ അതിനെ എതിർത്തു. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷെ പീറ്റ് നല്ല ആത്മവിശ്വാസത്തിലാണ്. മാത്രമല്ല അരമണിക്കൂറിനകം ഇവിടുന്ന് അവർക്ക് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ അവരെല്ലാവരും വെള്ളത്തിനടിയിലാവും. പക്ഷെ ഇപ്പൊ അവരുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം എന്ത് ഇര ആ മുതലേക്ക് ഇട്ടുകൊടുക്കുന്നുള്ളതാണ്. അവർ നോക്കുമ്പോൾ ആകെയുള്ളത് കേറ്റിന്റെ പട്ടിയായ കെവിനാണ്. എന്നാൽ ആ കാര്യം പറഞ്ഞപ്പം കേറ്റ് അതിന് സമ്മതിക്കുന്നില്ല. അവർക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ അവർ കുറെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന് സമ്മതിച്ചേ പറ്റൂ. എന്നാൽ അതിന്റെ ആവശ്യം ഉണ്ടായില്ല. സൈമൺ തന്നെ ഇരയെ കൊണ്ടുവന്നു. അത് ആ ചത്ത താറാവുകളായിരുന്നു. അങ്ങനെ സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. വെള്ളം കയറി കയറി അവർ കൂട്ടിയ തീയൊക്കെ കവർ ചെയ്തു. ഈ സമയം പീറ്റും കേറ്റും കൂടെ ആ ട്രാപ്പ് ഉണ്ടാക്കുന്ന പണിയിലാണ്. ആങ്കറിൽ കെട്ടിയ കയറ് പീറ്റ് അവിടെയുള്ള വലിയൊരു പാറയിലാണ് ചുറ്റുന്നത്. അതിനുശേഷം ആ താറാവിനെ കുറച്ച് ചൂണ്ടയെടുത്ത് റസൽ വെള്ളത്തിലേക്ക് ഇട്ടു. അതിന് പൊങ്ങായിട്ട് അവർ വെച്ചിരിക്കുന്നത് ആ ലൈഫ് ജാക്കറ്റാണ്. ഇനി മുതൽ അതിൽ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരാൾ അവിടെ ഇരിക്കണം. ആ ജോലിയും പീറ്റാണ് ഏറ്റെടുക്കുന്നത്. ബാക്കിയുള്ളവർ കുറച്ച് അപ്പുറത്തേക്ക് പോയി. ഇനി മുതൽ ട്രാപ്പിൽ പിടിച്ചു കഴിഞ്ഞാൽ പീറ്റ് സിഗ്നൽ കൊടുക്കും. ആ സമയം ബാക്കിയുള്ളവർ നീന്തി കാട്ടിലേക്ക് കയറണം. ഇതാണ് പ്ലാന്റെ രണ്ടാമത്തെ ഘട്ടം. അതിനിടയിൽ മാർഗരറ്റ് ആണെങ്കിൽ നല്ല വിഷമത്തിലാണ്. ആരോഗ്യസ്ഥിതി കാരണം രക്ഷപ്പെടാൻ പറ്റും എന്ന് അവൾക്ക് ഒരു പ്രതീക്ഷയുമില്ല. അങ്ങനെ അവൾ അവിടെ വിഷമിച്ച് നിൽക്കുന്ന സമയം റസൽ അങ്ങോട്ട് വന്നു. എന്നിട്ട് അയാൾ പറയുന്നത്, നിന്റെ ഹസ്ബൻഡിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഒരു ഗുഡ് ബൈ പോലും നിനക്ക് പറയാൻ സാധിച്ചില്ലല്ലോ. ഗുഡ് ബൈ ഒക്കെ എന്നേ പറഞ്ഞതാണ് റസൽ. ഒരു 3-3.5 വർഷമായി. ഓ അങ്ങനെയാണോ? എന്നാ പോട്ടെ, എല്ലാവരും പോവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നീയും വേഗം റെഡിയാവാൻ നോക്ക്. ഇല്ല റസൽ, എന്റെ ആരോഗ്യസ്ഥിതി കാരണം എനിക്ക് നീന്താൻ പറ്റത്തില്ല. ഇനിയിപ്പോ ഞാൻ വന്നാലും ഞാൻ കാരണം മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാവും. അതുകൊണ്ട് വേണ്ട. വിങ്ങിക്കൊണ്ടാണ് അവൾ അത്രയും പറയുന്നത്. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും മാർഗരറ്റ്. അത് വിട്ടേക്ക്. നിന്നെ ഉപേക്ഷിച്ചിട്ട് പോവാൻ ഞാൻ എന്തായാലും തയ്യാറല്ല. പിന്നെ നീ നിന്റെ മകളുടെ കാര്യം ഓർത്ത് നോക്ക്. നീ ഇല്ലെങ്കിൽ പിന്നെ അവക്കാരാണ്? അതുകൊണ്ട് ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് പറയാണ് നീ വന്നേ പറ്റൂ എന്നും പറഞ്ഞിട്ട് അയാൾ അപ്പുറത്തേക്ക് പോയി. ഇതേ സമയം തന്നെ പീറ്റ് ആണെങ്കിൽ അവനിട്ട് ആ ഇര ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അതിന് ജീവനുണ്ടെന്ന് തോന്നിച്ചാലേ മുതല വന്നിട്ട് അതിനെ പിടിക്കൂ. പക്ഷെ സമയം കുറെ കടന്നുപോയിട്ടും മുതല വന്നില്ല. ആ നിരാശ അവനുണ്ട്. ബാക്കിയുള്ളവരാണെങ്കിൽ പീറ്റിന്റെ സിഗ്നലും വെയിറ്റ് ചെയ്തുകൊണ്ട് അപ്പുറത്തിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ റസല് ആ മുതല വരുന്നത് നോക്കി നിൽക്കായിരുന്നു. അപ്പോഴാണ് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് മാർഗരറ്റ് ലില്ലിയുടെ കൂടെ അങ്ങോട്ട് വരുന്നത്. അയാൾ പറഞ്ഞത് അവൾ അനുസരിച്ചതുകൊണ്ട് തന്നെ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. ഈ സമയത്താണ് കേറ്റ് പട്ടിയും കൊണ്ട് പീറ്റിന്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് അവൾ അവനോട് പറയുന്നത്, കെവിൻ നിന്റെ അടുത്തിരിക്കട്ടെ. ഈ പട്ടികളുടെ മണം മുതലകൾക്ക് ഇഷ്ടമാണ്. പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മുതല വന്നാല് ഇവനൊന്നും പറ്റാതെ നീ നോക്കിക്കോണം എന്നും പറഞ്ഞിട്ട് കേറ്റ് തിരിച്ചു നടന്നു. എന്നാൽ അവൾ അപ്പുറത്തേക്ക് നടന്നതും പെട്ടെന്ന് മുതല വന്നിട്ട് ആ ഇരയിൽ പിടിച്ചു. അതോടുകൂടെ കയറ് വലയും ചെയ്തു. ഇതാണ് അവസരം. പീറ്റ് എല്ലാവരോടും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അതിനുശേഷം അവൻ ആ കയറ് കെട്ടിയ കല്ലിൽ കയറി പിടിച്ചു. കാരണം മുതല കയറ് വലിക്കുന്ന കാരണം കല്ല് അവിടുന്ന് മൂവ് ആവുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി അപ്പുറത്തേക്ക് നീന്തി തുടങ്ങി. മാർഗരറ്റിന് നീന്താൻ പറ്റാത്തതുകൊണ്ട് റസലാണ് അവളെ പിടിച്ചിരിക്കുന്നത്. ഈ സമയം കേറ്റ് ആണെങ്കിൽ കരയിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ളവരെ വെള്ളത്തിലേക്ക് തള്ളിവിടുന്ന തിരക്കിലാണ്. അങ്ങനെ എല്ലാവരും നീന്തി, കേറ്റ് മാത്രം ബാക്കിയായി. അതിനിടയിൽ പീറ്റാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് ആ കല്ലിൽ പിടിച്ചു നിൽക്കുന്നത്. എപ്പോ വേണമെങ്കിലും മുതൽ അതും വലിച്ചോണ്ട് പോകും. അതുകൊണ്ട് അവൻ വേഗം കേറ്റിനോടും വെള്ളത്തിലേക്ക് ചാടാൻ പറഞ്ഞു. അതിനെ തുറന്ന് അവളും ചാടി. ഇതേ സമയം തന്നെ ബാക്കിയുള്ളവർ ഓരോരുത്തരായിട്ട് അപ്പുറത്തെ കരയിലേക്ക് കയറി തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് പീറ്റ് ഒരു കാര്യം കാണുന്നത്. ആ കയറിന്റെ അനക്കം നിന്നു. അതിൽ നിന്നും മുതൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ ആ കയറ് വലിച്ചപ്പം ആങ്കർ അവന്റെ കയ്യിലേക്ക് പോരുകയും ചെയ്തു. സംഭവം കൈവിട്ടു പോയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം അവൻ ഓടിച്ചെന്ന് കേറ്റിനെ വിളിച്ചു. പക്ഷെ നീന്തുന്ന തിരക്കിലായതുകൊണ്ട് അവൾ അത് കേൾക്കുന്നില്ല. അവളാണെങ്കിൽ ഇപ്പൊ വെള്ളത്തിന്റെ നടുവിലുമാണ്. അവളിപ്പോ അപ്പുറത്തെ കരയിൽ നിൽക്കുന്ന എല്ലാവരുടെ അടുത്ത് ഓടാൻ പറഞ്ഞു. അതിനെ തുറന്ന് എല്ലാവരും കാട്ടിലേക്ക് കയറി. എന്നാൽ പെട്ടെന്നാണ് ആ മുതല വന്നിട്ട് കേറ്റിനെ പിടിക്കുന്നത്. അവക്കൊന്നും നിലവിളിക്കാൻ പോലും പറ്റിയില്ല. ഇതെല്ലാം പീറ്റും കാണുന്നുണ്ട്. പക്ഷെ അവനങ്ങോട്ട് നീന്തി എത്തിയപ്പോഴേക്കും മുതൽ അവളെയും കൊണ്ട് പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഉടനെ തന്നെ പീറ്റ് കെവിനെയും കൂട്ടി അപ്പുറത്തെ കരയിലേക്ക് കയറി. എന്നിട്ട് അവൻ കുറെ നേരം കേറ്റിനെ വിളിച്ചു. പക്ഷെ എവിടെ നിന്നും അവളുടെ മറുപടി കിട്ടുന്നില്ല. ഈ സമയത്താണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് അവിടെ പൊങ്ങി വരുന്നത്. അപ്പൊ കേറ്റ് മരിച്ചു എന്ന കാര്യം അവന് മനസ്സിലായി. ഇനിയിപ്പോ അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ വിഷമത്തോടെ അവൻ കെവിനെയും കൂട്ടി കാട്ടിലേക്ക് കയറി. അങ്ങനെ കുറച്ചു ദൂരം നടന്നതിന് ശേഷം അവൻ ബാക്കിയുള്ളവരെ കുറക്കെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ ആരും വിളി കേൾക്കുന്നില്ല. എല്ലാവരെയും സഹായിച്ച് അവൻ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞു. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന കാണാം. അതുകൊണ്ട് കാട്ടിൽ നല്ല വെളിച്ചമുണ്ട്. കാട്ടിൽ ഒരു സ്ഥലത്തെത്തിയ ഒരു നീർച്ചാലിലൂടെയാണ് പീറ്റ് കെവിനെയും കൊണ്ട് നടക്കുന്നത്. അങ്ങനെ കുറച്ച് നടന്ന് ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ കെവിൻ എന്തോ ശ്രദ്ധിച്ചു. അതിനെ തുറന്ന് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോയി. പീറ്റ് അവനെ വിളിച്ചു നോക്കി. അവൻ നിന്നില്ല. പക്ഷെ അവനെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് പീറ്റ് അവന്റെ പുറകെ പോയി. എന്നാൽ കുറെ അന്വേഷിച്ചെങ്കിലും കെവിൻ എവിടെയും കാണുന്നില്ല. പീറ്റാണെങ്കിൽ ശരിക്കും തളർന്നു. അതുകൊണ്ട് കുറച്ചു സമയം ഒരു മരത്തിൽ ചാരി അവനോട് റെസ്റ്റ് എടുത്തു. അങ്ങനെ ആ റെസ്റ്റ് എടുക്കുന്ന സമയം കാട്ടിന്റെ പലയിടങ്ങളിൽ നിന്നും പേടിപ്പിക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്.
എന്തിൻ്റെതാണ് എന്ന് അവനൊരു എത്തുപിടിയും കിട്ടുന്നില്ല. അങ്ങനെ കുറച്ചു സമയം അവിടെ വിശ്രമിച്ചിട്ട് അവൻ അവിടെ നടക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് അവൻ എത്തിച്ചേർന്നത് ഒരു വലിയ മരത്തിന് മുമ്പിലാണ്. നല്ല സൈസ് ഉണ്ട് അതിന്. മരത്തിന്റെ അടിഭാഗത്തായിട്ട് ഒരു ഗുഹയും. കെവിൻ അതിനകത്ത് കയറിയിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് പീറ്റ് ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി. എന്നിട്ട് ഉള്ളിലേക്ക് ടോർച്ച് അടിച്ചിട്ട് കെവിനെ വിളിച്ചു. പക്ഷെ കെവിനെ കാണുന്നില്ല. അതിനിടയിലാണ് അവിടെ കുത്തി അവന്റെ കൈ വഴുതി അവൻ താഴേക്ക് വീണത്. നല്ല താഴ്ചയുണ്ട് അങ്ങോട്ട്. താഴെയായിട്ടൊരു വെള്ളക്കെട്ടും. ആ വെള്ളത്തിലേക്കാണ് പീറ്റ് ചെന്ന് വീണത്. പിന്നീട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച ഉണ്ടവൻ. അത് നീലിന്റെ ശരീരമായിരുന്നു. അതവിടെ വെള്ളത്തിൽ കിടക്കുന്നു. പീറ്റ് അവനെ നോക്കുമ്പോൾ അവന്റെ മുഖത്തൊക്കെ പുഴു അരിച്ചിട്ടുണ്ട്. ശരിക്കും അത് കണ്ടപ്പോൾ പീറ്റ് ഞെട്ടിപ്പോയി. അപ്പൊ ഇതാണ് ആ മുതലയുടെ വാസസ്ഥലം എന്നവന് മനസ്സിലായി. അങ്ങനെ അവിടെയൊക്കെ ടോർച്ചടിച്ച് നോക്കുമ്പോൾ അവൻ കെവിനെ കണ്ടു, കുറെ അപ്പുറത്തായിട്ട്. പീറ്റ് എത്ര വിളിച്ചിട്ടും കെവിൻ അവന്റെ അടുത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ പീറ്റ് കെവിന്റെ അടുത്തേക്ക് പോയി. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അപ്പൊ വെറുതെ അല്ല കെവിൻ വരാത്തത് എന്ന കാര്യം പീറ്റിന് മനസ്സിലായി. കേറ്റ് അവിടെ കിടക്കുന്നു. പീറ്റ് ചെന്നിട്ട് അവിടെ പരിശോധിച്ചപ്പോൾ അവൾ മരിച്ചിട്ടില്ല, ശ്വാസമുണ്ട്. എന്നാൽ മുതലയുടെ കടിയിൽ അവൾക്ക് നല്ല പരിക്കേറ്റിട്ടുമുണ്ട്. അതുകൊണ്ട് അവൾക്ക് ബോധം വന്നാലും നടക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ പീറ്റ് അവളെ പരിശോധിക്കുന്ന സമയം എന്തൊരു ശബ്ദം കേട്ട് കെവിൻ പുറത്തേക്ക് ഓടി. പീറ്റ് വിളിച്ചിട്ട് അവൻ നിന്നില്ല. പീറ്റിനാണെങ്കിൽ കേറ്റിനെ വിട്ട് പോകാനും പറ്റത്തില്ല, അവൾക്ക് ജീവനുണ്ടല്ലോ. എന്നാൽ കെവിൻ പുറത്തേക്ക് ഓടിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് കേൾക്കുന്നത് അവന്റെ കരച്ചിലാണ്. അതിൽ നിന്നും മുതൽ അവനെ പിടിച്ചു, അതിപ്പോ അകത്തേക്ക് വരും എന്ന കാര്യം പീറ്റിന് മനസ്സിലായി. അതുകൊണ്ട് ഉടനെ തന്നെ കേറ്റിനെ അവിടുന്ന് മാറ്റിയേ പറ്റൂ. പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല. പീറ്റ് അവളെ പൊക്കിയെടുത്തു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തിണ്ടിന്റെ മുകളിലേക്ക് കിടത്തി. എന്നിട്ട് അവന് അതിന്റെ മുകളിലേക്ക് കയറി അവിടെ പതുങ്ങിയിരുന്നു. അതിനുശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുതല പതുക്കെ പതുക്കെ അങ്ങോട്ട് ഇഴഞ്ഞെത്തി. അതാദ്യം അവിടുത്തെ വെള്ളത്തിലേക്ക് ഇറങ്ങി. അത് കണ്ട് പീറ്റ് ശരിക്കും പേടിച്ചിരിക്കുകയാണ്. അതെങ്ങാനും അവനെ കണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ അവനത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഈ സമയം മുതലയാണെങ്കിൽ വെള്ളത്തിലൂടെ നീന്തി അപ്പുറത്തേക്ക് കയറി. അതിന്റെ വായ്ക്കകത്ത് കെവിൻ ഉണ്ടായിരുന്നു. കരയിലേക്ക് കയറിയതിനു ശേഷം മുതൽ അവനെ തിന്നു തീർത്തു. എന്നിട്ട് കുറച്ചുകൂടെ മുന്നിലേക്ക് നീങ്ങി ഒരു പാറയുടെ സൈഡിലേക്ക് കിടന്നു. ഇപ്പൊ ഭക്ഷണം കഴിച്ചിരിക്കുകയാണല്ലോ, ഒന്ന് ഉറങ്ങണം, അതാണ് മുതലയുടെ ഉദ്ദേശം. പീറ്റാണെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. മുതല ഉറങ്ങിയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൻ പതുക്കെ താഴേക്ക് ഇറങ്ങി. എന്നിട്ട് കേറ്റിനെയും കൊണ്ട് മുന്നോട്ട് നടന്നു. ആ വെള്ളത്തിൽ ഇറങ്ങാതെ അവനവിടുന്ന് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ആ വെള്ളത്തിലൂടെ അവളെയും കൊണ്ട് നടക്കുന്ന സമയത്ത് അവൻ ഇടയ്ക്കിടയ്ക്ക് മുതലെ തിരിഞ്ഞു നോക്കി. ഇല്ല, അത് നല്ല ഉറക്കമാണ്. എന്നാൽ അവൻ അവളെയും കൊണ്ട് വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറി കഴിയുമ്പോഴാണ് പെട്ടെന്ന് മുതൽ അങ്ങോട്ട് ചാടി വരുന്നത്. അത് വാ തുറന്നെങ്കിലും അതിനവരെ പിടിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും പീറ്റ് അവളെയും കൊണ്ട് അപ്പുറത്തേക്ക് ചാടി. എന്നാൽ മുതല വിടുവോ, അതിപ്പോ അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ആ ഗുഹയിലായിട്ട് കുത്തി നിർത്തിയ കുറെ മരക്കഷ്ണങ്ങളുണ്ട്. കെവിൻ അവളെയും കൊണ്ട് അതിന്റെ ഇടയിലേക്കാണ് പോയത്. മുതലയുടെ വലിപ്പം കാരണം അതിനങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അത് പരമാവധി ശ്രമിച്ചു നോക്കുന്നുണ്ട്. പലതവണ അത് മലക്കം മറിഞ്ഞു. പക്ഷെ എന്തൊക്കെ കാണിച്ചിട്ടും അതിന് പീറ്റിനെ പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം പീറ്റ് എഴുന്നേറ്റ് അപ്പുറത്തേക്ക് വന്നു. എന്നാൽ അത് കാണുന്ന മുതല അതിന് വാലൊരൊറ്റ വീശ്. അതോടൊപ്പം അതിൽ തട്ടി അവൻ നേരെ വെള്ളത്തിലേക്ക് വീണു. അങ്ങനെ അവനെ അടിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് മുതലിപ്പോൾ അവന് നേരെ തിരിഞ്ഞു. അത് കാണുന്ന പീറ്റ് വേഗം എഴുന്നേറ്റ് കരയിലേക്ക് ഓടി അവിടെ കിടന്നിരുന്ന വലിയൊരു മരക്കഷ്ണം എടുത്തു. എന്നിട്ട് ആ ഭീമൻ മുതലെ നേരിടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്നാൽ മുതലയ്ക്ക് അതൊരു വിഷയമേ ആയിരുന്നില്ല. അതിപ്പോ വെള്ളത്തിലൂടെ നീന്തി ചെന്ന് ഒറ്റ ചാട്ടത്തിൽ ആ വടിയിലൊരു കടി. അതിന്റെ അറ്റം മുറിഞ്ഞുപോയി. എന്നിട്ട് പിന്നെ ആ വടിയിൽ കടിച്ച് പീറ്റിന്റെ അടുത്തൊരൊറ്റ ഏറ്. പീറ്റിനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്നാൽ മുതല പിന്നെ അവന്റെ അടുത്തേക്ക് വരുന്ന കാണുമ്പോൾ അവൻ എഴുന്നേറ്റ് ഓടി. എന്നിട്ട് ഒരു പാറയുടെ ഇടുക്കിലേക്ക് കയറി. മുതലേ അങ്ങോട്ട് വന്നു. പക്ഷെ ഇത്തവണയും അതിനവനെ പിടിക്കാൻ പറ്റുന്നില്ല. അത് കുറേ നേരം വാ കൊണ്ട് കടിച്ചൊക്കെ നോക്കി. എന്നാൽ പീറ്റ് പിടി കൊടുക്കുന്നില്ല. എന്നാൽ അതിനിടയിലാണ് പീറ്റിന്റെ വിരലിനൊരു കടി കിട്ടുന്നത്. അത് കണ്ട് ദേഷ്യം വരുന്നവൻ അവിടെ കടന്നിരുന്നൊരു എല്ലിൻ കഷ്ണം എടുത്തിട്ട് മുതലയുടെ കണ്ണിനിട്ടൊരു കുത്ത്. വേദന കൊണ്ട് പൊളഞ്ഞ മുതല അവനെ വിട്ട് അപ്പുറത്തേക്ക് പോയി. എന്നിട്ട് കുറച്ച് നിമിഷങ്ങൾ അത് അവിടെ റെസ്റ്റ് എടുത്തു. അത് കാണുന്ന പീറ്റിനും തൽക്കാലത്തേക്ക് ആശ്വാസമായി. എന്നാൽ ഈ സമയത്താണ് അവിടെ കടന്നിരുന്ന കേറ്റ് ഒന്ന് ഞരങ്ങുന്നത്. ആ ശബ്ദം കേട്ട മുതല ഇപ്പൊ കേറ്റിന്റെ അടുത്തേക്ക് പോയി അവളെ പിടിക്കാൻ. പക്ഷെ അതിന് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്തല്ല അവളെ കിടക്കുന്നത്. അതോടെ മുതൽ അവിടെ കിടന്ന് കുറെ നേരം ട്രൈ ചെയ്തു. എന്നാൽ അത് കാണുന്ന പീറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ലെടുത്തൊരൊറ്റ ഏറ്. ആ ഏറ് കൊണ്ടതും ദേഷ്യം വന്ന മുതല ഇപ്പൊ അവളെ വിട്ട് പീറ്റിന്റെ അടുത്തേക്ക് പിന്നെയും വന്നു. അത് കാരണം പീറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ മുതല കടിച്ചിട്ട ആ വടി ഉണ്ടായിരുന്നല്ലോ, അതിന്റെ അറ്റ ഇപ്പൊ നല്ല കൂർപ്പാണ്. അവൻ അതും നീട്ടിപ്പിടിച്ച് അവിടെയുള്ള ഒരു പാറയിൽ ചാരിയിരുന്നു. മുതലയുടെ വിചാരം അതിനെ ആർക്കും കൊല്ലാൻ പറ്റത്തില്ല എന്നാണ്. അതുകൊണ്ട് ആ ഭീകരജീവി പീറ്റിനെ പിടിക്കാൻ വേണ്ടി ഒരൊറ്റ ചാട്ടം. അതോടുകൂടെ ആ വടി അതിന്റെ വായിലൂടെ തുളച്ചു കയറി. പിന്നീട് കുറച്ചു സമയം അത് അവിടെ കിടന്ന് പെടഞ്ഞു. അതിനെ തുറന്ന് അത് ചത്തു വീഴുകയും ചെയ്തു. മുതല ചത്തുന്ന് ഉറപ്പായപ്പം പീറ്റ് പതുക്കെ എഴുന്നേറ്റു. അവനിപ്പോ നിൽക്കുന്നത് ആ മുതലയുടെ വായ്ക്കുള്ളിലാണ്. മുതല ചാടിയപ്പോ അതിന് കടി വീണത് ആ പാറയിലായിരുന്നു. അത് തന്നെയായിരുന്നു അവന്റെ പ്ലാനും. അങ്ങനെ വേഗം തന്നെ പീറ്റ് കേറ്റിന്റെ അടുത്ത് ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. നേരം വെളുത്തിരിക്കുന്നു. അങ്ങനെ അതിലേ നടന്ന് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പം അവൻ ആ കാഴ്ച കണ്ടു. റെസ്ക്യൂ ടീം വന്നു കഴിഞ്ഞു. രക്ഷപ്പെട്ട ബാക്കി എല്ലാവരും അവരുടെ കൂടെയുണ്ട്. അങ്ങനെ കേറ്റിനെ കൊണ്ടുപോകാൻ വേണ്ടി അവൾ അവരൊരു സ്ട്രെച്ചറിലേക്ക് കടത്തി. ഈ സമയമാകുമ്പോഴേക്കും അവൾക്ക് ബോധം വന്നു. പീറ്റ് അങ്ങോട്ട് വന്നപ്പോൾ അവൾ ചോദിച്ചത്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ട്രിപ്പ്? കൊള്ളാം കേറ്റ്, അടിപൊളി. ഇനിയിപ്പോൾ കുറച്ച് നാൾ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കേണ്ടി വരും. അവൻ മറുപടി കൊടുത്തു. ഈ സമയം കേറ്റ് ആണെങ്കിൽ അവളെ ജീവൻ രക്ഷിച്ചതിന് അവൻ്റെ അടുത്തൊരു താങ്ക്സ് പറയാണ്. അങ്ങനെ ഒരു ഹെലികോപ്റ്ററിൽ ആ സ്ട്രെച്ചർ തൂക്കിയെടുത്തിട്ട് അവർ അവളെയും കൊണ്ട് അവിടുന്ന് പോയി. കുറച്ച് സമയം പീറ്റ് അത് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇനി കാണിക്കുന്നത് ഈ മുതലയുമായി ബന്ധപ്പെട്ട ചില ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആണ്.
അതിലൊരു വാർത്ത പീറ്റിനെ കുറിച്ചായിരുന്നു. അവൻ ആ മുതലയെ കൊന്ന് കേറ്റിനെ രക്ഷിച്ച കാര്യം. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.